നമസ്കാരം മാഡം, മനോജാണ്. മാഡത്തിന് എൽ ഐ സിയുടെ പെൻഷൻ പദ്ധതികളെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞിരുന്നു. അതിനനുസരിച്ചിട്ട് പെൻഷൻ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുകയാണ്. ജീവൻ ശാന്തി എന്നാണ് പെൻഷൻ പദ്ധതിയുടെ പേര്. പ്ലാൻ നമ്പർ 758. മാഡം ഇപ്പോൾ റെസിഡൻറ്റ് ഇന്ത്യനാണ്. ഇന്ത്യയിൽ തന്നെ താമസിക്കുന്ന ആളാണ്. 26/5/1970 പ്രകാരം മാഡത്തിന് ഇപ്പോൾ 56 വയസ്സാണ്. 18/6/2026 ഞാൻ ഈ പ്ലാന് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിന് പ്രകാരം മാഡം ഒറ്റത്തവണയായി 23 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, പെൻഷൻ തുക ഉറപ്പുവരുത്തുന്നതിനായി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ സ്കീം പ്രകാരം ഒരു വർഷത്തെ ഡെഫർമെൻറ്റ് എങ്കിലും വെച്ചിരിക്കണം എന്നുള്ളതാണ് മിനിമം വ്യവസ്ഥ. അടുത്ത മാസം മുതൽ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് പെൻഷൻ കിട്ടില്ല. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പെൻഷൻ കിട്ടി തുടങ്ങുക. അങ്ങനെയെങ്കിൽ ഒരു വർഷത്തെ ഡെഫർമെൻറ്റ് പീരീഡ് വെക്കാവുന്നതാണ്. ഈ സ്കീമിൽ ഇന്നാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 2026 ജൂൺ മാസമാണ്, ജൂൺ മാസം 18 ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു വർഷത്തെ ഡെഫർമെൻറ്റ് പീരീഡ് വയ്ക്കുമ്പോൾ കൃത്യം 2027 ജൂൺ മാസത്തോടു കൂടിയാണ് ഡെഫർമെൻറ്റ് പീരീഡ് കഴിയുക. ഓക്കെ, ആ ജൂൺ കഴിഞ്ഞിട്ടുള്ള ജൂലൈ മാസം മുതൽ 12,556 രൂപ പെൻഷൻ കിട്ടിത്തുടങ്ങും. അത് മാഡത്തിൻ്റെ ജീവിതാവസാനം വരെ കിട്ടിത്തുടങ്ങും. ഓക്കെ, ഇനി മാഡത്തിന് 12,556 രൂപ പോരാ, കുറച്ചധികം പെൻഷൻ കിട്ടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ 2 വർഷത്തെ ഡെഫർമെൻറ്റ് പീരീഡ് വെക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ 2028 ജൂലൈ മാസം മുതൽ 13,634 രൂപ വീതം ഗ്യാരണ്ടീഡ് ആയിട്ട് പെൻഷൻ വാങ്ങി തുടങ്ങാം. ജീവിതകാലം വരെ പെൻഷൻ കിട്ടിത്തുടങ്ങും. ഓക്കെ, എന്നാൽ മാഡത്തിന് 3 വർഷത്തെ ഡെഫർമെൻറ്റ് പീരീഡാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ 2029 മുതൽ പെൻഷൻ കിട്ടി തുടങ്ങും. 2029 ജൂലൈ മാസം മുതൽ പെൻഷൻ കിട്ടി തുടങ്ങും. കിട്ടുന്ന പെൻഷൻ 14,757. എന്നാൽ മാഡത്തിന് കുറച്ചും കൂടി അധികം പെൻഷനാണ് കിട്ടാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ 2030 മുതൽ 4 വർഷത്തെ ഡെഫർമെൻറ്റ് പീരീഡ് വയ്ക്കുന്നു. കിട്ടുന്ന പെൻഷൻ 15,352. എന്നാൽ മാഡം പെൻഷൻ ഇതിൻ്റെ ഈ ഒരു പദ്ധതിയിലൂടെ പരമാവധി പെൻഷനാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 5 വർഷം വരെ ഡെഫർമെൻറ്റ് പീരീഡ് വെക്കാവുന്നതാണ്. കിട്ടുന്ന മാസ പെൻഷൻ 16,578 രൂപയാണ്. ലഭിക്കുന്നത് 2031 ജൂലൈ മുതൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഈ ഒരു പദ്ധതിയിലൂടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മാസം മാസം പെൻഷൻ കിട്ടുന്ന രീതിയിലാണ്. അങ്ങനെയെങ്കിൽ ഏതൊക്കെ സമയത്ത് കിട്ടുന്നതും അതുപോലെ തന്നെ എത്ര രൂപ വെച്ചിട്ടാണ് പെൻഷൻ കിട്ടുന്നത്, എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയിൽ കുറച്ച് മുമ്പ് 12 വർഷം വരെ ഡെഫർമെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ലഭ്യമായിരുന്നു. അതിനു മുമ്പ് 21 വർഷം വരെ ഡെഫർമെൻറ്റ് ചെയ്തിട്ട് പെൻഷൻ വാങ്ങിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ 2017 മറ്റോ അങ്ങോട്ട് രാങ്ങാട്ടിലുള്ളൊരു പാർട്ടിക്ക് ഈ ഒരു സ്കീം കൊടുത്തിരുന്നു. 10 വർഷത്തെ ഡെഫർമെൻറ്റ് പീരീഡ് വെച്ചിട്ടാണ് ഞാൻ കൊടുത്തിരുന്നത്. അറൗണ്ട് 2027 മുതലാണ് അദ്ദേഹത്തിന് പെൻഷൻ കിട്ടി തുടങ്ങുക, അതായത് അടുത്ത വർഷം മുതൽ. ഇത്തരത്തിൽ ഈ പദ്ധതിയിൽ 10 വർഷം വരെ ഇപ്പോൾ ഡെഫർമെൻറ്റ് ചെയ്യാൻ സാധ്യമല്ല. പരമാവധി 5 വർഷം വരെ ഡെഫർമെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മാഡത്തിന് ഇഷ്ടാനുസരണം ഡെഫർമെൻറ്റ് പീരീഡ് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഈ പദ്ധതിയിൽ അടുത്ത മാസം മുതൽ പെൻഷൻ ലഭ്യമല്ല. ഇനി മാഡത്തിന് അടുത്ത മാസം മുതലാണ് പെൻഷൻ ലഭിക്കണം എന്നാണെങ്കിൽ ഞാൻ വേറൊരു അടുത്ത മാസം മുതൽ പെൻഷൻ കിട്ടുന്ന പദ്ധതിയെക്കുറിച്ച് വിവരം തരാവുന്നതാണ്. ഈ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കോ സംശയങ്ങൾക്കോ മാഡം എന്നെ തിരിച്ചു വിളിച്ചാൽ മതി. നന്ദി, നമസ്കാരം.